ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ചീത്ത സമയം നല്ല സമയമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാ സമയവും നല്ലതാ. 24 മണിക്കൂറും നല്ലതാ, 365 ദിവസവും നല്ലതാ അല്ലേ. രാവിലെ നല്ലതാ, സന്ധ്യയ്ക്ക് നല്ലതാ, ഉച്ച കഴിഞ്ഞ് നല്ലതാ അല്ലേ. രാഹുകാലവും ഗുളികകാലവും ഒന്നുമില്ല അല്ലേ. ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോലും ഇതൊക്കെ ഉണ്ട്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നിഗളം, ഗർവം അല്ലേ, അഹങ്കാരം. എന്നിലും നിങ്ങളിലും ആ സ്വഭാവം ഉണ്ടോ? നമ്മൾ ഗർവിക്കുന്നവരാണോ? നമ്മൾ അഹങ്കരിക്കുന്നവരാണോ? ഞാനെന്തോ ശ്രേഷ്ഠനാണ് എന്ന് ചിന്തിക്കുന്നവരാണോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാനായിരുന്നെങ്കിൽ അല്ലേ, ഞാനാണ് ആ സ്ഥാനത്ത് എങ്കിൽ. ബിൽഡ് ചെയ്യുക, മറ്റുള്ളവനെ ബിൽഡ് ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യാനായിരിക്കണം, ഡിസ്ട്രോയ് ചെയ്യാനായിരിക്കരുത്. അവനെ ബിൽഡ് ചെയ്യുക, ആ കുടുംബത്തെ ബിൽഡ് ചെയ്യുക, ആ വ്യക്തിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അതിന് പുറകിലുള്ള ഛേദോവികാരം അല്ലേ. അല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ അവനെ അങ്ങ് തകർക്കണം, അവനെ അങ്ങ് നശിപ്പിക്കണമെന്ന് ഉള്ളതായി തീരരുത്. പിന്നെയോ ഞാൻ പറയുന്ന വാക്കിലൂടെ അവൻ പണിയപ്പെടണം. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. ദാനിയേൽ 6:28. ദാനിയേലിനെ നമുക്കറിയാം അല്ലെ, വളരെ ശക്തനായ പ്രവാചകനാണ് ദാനിയേൽ. വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വളരെ ശക്തനായ ദാനിയേലിന്റെ 12 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് നമുക്ക് നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ലഭിച്ചിരിക്കുന്നത്. ആ 12 അധ്യായങ്ങളും വളരെ ശ്രേഷ്ഠവും ശക്തവുമായ സന്ദേശം നൽകി തരുന്നതായ അധ്യായങ്ങളാണ്. എന്നാൽ കത്തോലിക്ക ബൈബിളിൽ കുറച്ചുകൂടി അധികം 20-ലധികം അധ്യായങ്ങൾ നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ അധ്യായങ്ങൾ വായിച്ചിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്നല്ല സംസാരിക്കുന്നത്. നമ്മൾ വായിച്ചത് ദാനിയേലിനെ കുറിച്ച് 6-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു അല്ലെ. അനുഗ്രഹിക്കപ്പെട്ടതായ ദാനിയേലിനെ കുറിച്ചാണ് അവിടെ താൻ തന്നെ സാക്ഷിക്കാനായിട്ട് ഇടയാകുന്നത്. എന്താണ് ദാനിയേലിന്റെ പ്രത്യേകത? ദാനിയേലിന്റെ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാൻ ഓഫ് ജഡ്ജ്മെന്റ് അല്ലേ. ദൈവം എൻ്റെ ന്യായാധിപതി, ദൈവം എൻ്റെ ന്യായാധിപതി, ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വളരെ ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ടാണ് ദാനിയേലിനെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദാനിയേലിന്റെ പ്രാർത്ഥനകളെല്ലാം വളരെ ശക്തമാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചെടുത്തെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാനായിട്ട് ദാനിയേലിന് സാധിച്ചു. ദാനിയേലിനെ ദൈവം സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ അത്ഭുതങ്ങളിലൂടെ നടന്നതായ പ്രവാചകൻ വളരെ ശക്തനായിരുന്നു. തൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ ദൈവത്തിനായി വളർന്നതായ ഒരു വ്യക്തിയാണ് ദാനിയേൽ എന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിനായി വേർതിരിഞ്ഞ് വളർന്നതായ ദാനിയേല് അതിൻ്റെ ആരംഭ അധ്യായങ്ങളിലൊക്കെ തൻ്റെ യൗവന പ്രായത്തെക്കുറിച്ചൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയെല്ലാം എന്താണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെടാനായിട്ടിടയായി തീർന്നത്? ഇവിടെ വായിച്ചത് എന്താണ് നമ്മൾ വായിച്ചത്? എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിന്റെ വാഴ്ചയിലും അനുഗ്രഹിക്കപ്പെട്ടു. ഡാനിയേൽ പ്രോസ്പേർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. വളരെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇടയായി. ഇവിടെ 2 രാജാക്കന്മാരുടെ പേരെ കൊടുത്തിട്ടുള്ളൂ എങ്കിലും ദാനിയേലിന്റെ കാലത്ത് ആരൊക്കെയായിരുന്നു രാജാവ്? ആദ്യം നമുക്ക് നെബൂഖദ്നേസറിനെയാണ് കാണാൻ സാധിക്കുന്നത്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ. അദ്ദേഹമാണ് ദാനിയേലിനെയൊക്കെ തെരഞ്ഞെടുത്തത് അല്ലെ. ദാനിയേലിനെയും ശദ്രക്, മേശക്, അബേദ്നെഗോവിനെയും ഒക്കെ തിരഞ്ഞെടുത്ത് തൻ്റെ രാജസന്നിധിയിൽ ട്രെയിനിങ് ഒക്കെ നൽകി, ഒരു 3 വർഷത്തെ കഠിനമായ ട്രെയിനിങ് ഒക്കെ നൽകി കൽദയരുടെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്തതായ രാജാക്കന്മാർ നെബൂഖദ്നേസർ, ബേൽഷസർ, കൽദയ രാജാവായ ബേൽഷസർ, ദാര്യാവേശ് അല്ലെ, മേദ്യനായ ദാര്യാവേശ്, പിന്നീടാണ് ഈ രാജാക്കന്മാർ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്തെല്ലാം ദാനിയേൽ ഒരു വലിയ പൊസിഷൻ വഹിക്കാനായിട്ട് ഇടയായി തീർന്നു.
രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെയായിരുന്നു കൊണ്ട് രാജാവിനെ ഭരണത്തിലൊക്കെ നയിക്കുന്നതായ ഈ രാജാക്കന്മാർ ആരും യഹൂദന്മാരായിരുന്നില്ല എന്ന് നമുക്കറിയാം, അല്ലേ? നെബൂഖദ്നേസർ ആരായിരുന്നു? ബാബിലോൺകാരനായിരുന്നു, ബാബേൽ വാസിയാണ്. ബെൽഷസർ ഖൽദയനായിരുന്നു, ഖാൽഡിയൻ. ദാര്യാവേശ് മേദ്യനായിരുന്നു, അല്ലെ? മേദ്യാദേശം ഭരിക്കുന്ന മേദ്യനായ മനുഷ്യനായിരുന്നു. പിന്നെ കോരേശ് പാഴ്സി രാജാവായിരുന്നു. ഇവരാരും യഹൂദന്മാരായിരുന്നില്ല, അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഭാഗമായിരുന്നില്ല. എന്നാൽ ഇവരെല്ലാം വിശ്വസിച്ചതായ ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ആളുകൾ ഈ സ്ഥാനങ്ങളിൽ, അധികാരത്തിന്റെ സ്ഥാനങ്ങളിൽ വരണം എന്നുള്ളത് ആരെല്ലാം ആഗ്രഹിച്ചു? ഞാൻ പറയുന്നത്, ഈ പുസ്തകം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ മുതൽ ബാബേൽ രാജാവായിരിക്കുന്ന ബാബിലോൺ ഭരിച്ച യഹൂദനല്ലാത്ത ജാതീയനായിരുന്ന നെബൂഖദ്നേസർ മുതൽ കൽദയനായ ബേൽഷസർ, മേദ്യനായ ദാര്യാവേശ്, പാഴ്സി ആയിരുന്നതായ രാജാവ് ഉൾപ്പെടെ ഇവരെല്ലാം ആഗ്രഹിച്ചത് ദൈവജനം അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ആളുകൾ രാജസ്ഥാനം ഒഴിച്ച് മറ്റധികാര സ്ഥാനങ്ങളിൽ വന്ന് ലീഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് എന്താണ്? ഒരു തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരെല്ലാമാണ് തിരഞ്ഞെടുത്തത്? 4 പേരെ തിരഞ്ഞെടുത്തു, അല്ലേ? ഒന്ന് ദാനിയേലിനെ, മറ്റൊരു പേരായിരുന്നു, ആ പേരൊക്കെ നൽകി തിരഞ്ഞെടുത്തു. പിന്നീട് ശദ്രക്കിനെ തിരഞ്ഞെടുത്തു, മേശക്കിനെ തിരഞ്ഞെടുത്തു, അബേദ്നെഗോവിനെ തിരഞ്ഞെടുത്തു. അവരുടെ നാട്ടിലുള്ള മറ്റു കുറെ ആളുകളെയും തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇവർക്ക് വലിയ ട്രെയിനിങ്, അല്ലെ? കഠിനമായ ട്രെയിനിങ് ഒക്കെ നൽകി. ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് ദാനിയേലാണ് കേന്ദ്ര കഥാപാത്രമെങ്കിലും ദാനിയേലിനോട് കൂടെ തന്നെ ആരെയുണ്ട്? ശദ്രക്കും മേശക് അബേദ്നെഗോവും ഉണ്ട്. അവരുടെ ശക്തമായ തീരുമാനങ്ങൾ, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടത്? ഇവിടെ നമ്മൾ വായിച്ചത് 6-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിച്ചത്, എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരസിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. മലയാളത്തിൽ ശുഭപ്പെട്ടിരുന്നു എന്നാണ് വായിച്ചതെങ്കിലും ഡാനിയേൽ പ്രോസ്പേർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുമ്പോൾ താൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടു എന്നല്ല, താൻ ഭരിച്ചതായ അധികാരസ്ഥാനത്ത് ഇരുന്നതായ ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. താൻ ഉൾപ്പെടുന്നതായ ജനസമൂഹം, യഹൂദന്മാർ അനുഗ്രഹിക്കപ്പെടാനായിട്ടിടയായി തീർന്നു. താൻ ആരെയാണോ റൂൾ ചെയ്തത് അവരെ, ആ ദേശത്തുള്ള എല്ലാ ആളുകളും അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഒരു അനുഗ്രഹത്തിന്റെ, ഒരു പ്രോസ്പെരിറ്റിയുടെ ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിക്കാനായിട്ട് ദാനിയേലിന്റെ വാഴ്ചയ്ക്ക് സാധിച്ചു. അതാണ് ഇവിടെ ചരിത്രം പറയുന്നത്. അതെന്തുകൊണ്ടാണ് ദാനിയേലിന് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും എല്ലാം ദൈവം തിരഞ്ഞെടുത്ത് ഓരോ സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ റൂൾ ചെയ്യാനല്ല. പിന്നെ എന്താണ്? നമ്മൾ യോസഫിന്റെ ചരിത്രവും ദാനിയേലിന്റെ ചരിത്രവും ഒക്കെ വായിക്കുമ്പോൾ മറ്റുള്ളവരെ റൂൾ ചെയ്യാനോ, മറ്റുള്ളവരെ അടക്കി ഭരിക്കാനോ, മറ്റുള്ളവരുടെ മേൽ കൺട്രോൾ കൊണ്ടുവന്ന് അവരെല്ലാം എന്താ നമുക്ക് പറയാൻ സാധിക്കുന്നത്, അവരെല്ലാം എൻ്റെ കീഴിലാണ് എന്ന് ധരിപ്പിക്കാനോ അല്ല. ദാനിയേലിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് ഓരോ രാജസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭാഗം നമ്മൾ ഉൾപ്പെടെ അവരനുഗ്രഹിക്കപ്പെടണം, അല്ലേ? ആ ദേശം അനുഗ്രഹിക്കപ്പെടണം, സഭ അനുഗ്രഹിക്കപ്പെടണം, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ ലീഡർഷിപ്പിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ദാനിയേല്. എന്താണ് ദാനിയേലിന് അതിന് സാധിക്കാൻ കാരണം? ഒന്നാമത്തെ ചിന്ത നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എടുത്ത് ആർക്കെങ്കിലും വായിക്കാം. 1-ാം അധ്യായം 8-ാം വാക്യം, ദാനിയേൽ 1:8. വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തീരുമാനം, തനിക്ക് അശുദ്ധി ഭവിക്കാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അപ്പൊ അത് തന്നെയാണ് ദാനിയേല് ശുഭപ്പെട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ദാനിയേലിന്റെ വാഴ്ച അനുഗ്രഹിക്കപ്പെടാനിടയായി തീർന്നതിന്റെ 1-ാമത്തെ കാരണം തൻ്റെ തീരുമാനമാണ്. ഡിറ്റർമിനേഷൻ എന്ന് നമുക്ക് പറയാം, അല്ലെ? ഡിറ്റർമിനേഷൻ. ഹി ഡിറ്റർമൈൻഡ് എന്നാ കൊടുത്തിരിക്കുന്നത്. അവൻ തീരുമാനിച്ചു, അല്ലെ? അവന് ഒരു വലിയ തീരുമാനമെടുത്തു. ഏതാണ് സാഹചര്യം? അവിടെ നമ്മൾ നേരത്തെ ചിന്തിച്ചത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? യഹൂദ രാജാവായ
യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു, അതിനെ നിരോധിച്ചു. യെരൂശലേമിനെ കീഴ്പ്പെടുത്തി യഹൂദന്മാരെ എല്ലാം തൻ്റെ കീഴിലാക്കി അങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് 3-ാം വാക്യത്തിൽ അനന്തരം രാജാവ് ഷണ്ഡന്മാരിൽ പ്രധാനിയായ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേൽ മക്കളിൽ രാജസന്തതികളിൽ കുലീനന്മാരിൽ അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനവും നിപുണന്മാരുമായ അറിവിൽ സമർത്ഥരും പരിജ്ഞാനികളുമായി രാജസന്നിധിയിൽ പരിചരിപ്പാൻ വേണ്ടി യോഗ്യരായ ചില ബാലന്മാരെ വരുത്തുവാൻ. നമുക്ക് കഥയും ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്ന, ഞാൻ വിശദീകരിക്കുന്നില്ല. ചിലരെ യോഗ്യന്മാരായ ചിലരെ വരുത്താനായിട്ട് രാജാവ് കൽപ്പിച്ചു. അപ്പോൾ രാജസ്ഥാനത്തേക്ക് രാജാവിനെ സഹായിക്കുവാനും രാജകൊട്ടാരത്തിൽ ശുശ്രൂഷിക്കാനുമായിട്ടാണ് അവരെ വിളിച്ചത്, അല്ലേ? അപ്പോൾ ദാനിയേലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ 8-ാം വാക്യത്തിൽ ഞാൻ വായിച്ചതായ കാര്യം, നമ്മൾ വായിച്ചതായ ഭാഗം, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടോ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ക്ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. തൻ്റെ ഒരു ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനമുണ്ട്. ഞാൻ ആ സ്ഥാനത്ത് വരുമ്പോൾ കൊട്ടാരത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടാകും. അവിടെ രാജകീയ ഭോജനമാണ്. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാനും ഇഷ്ടമുള്ളതെല്ലാം കുടിക്കാനും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാജാവ് എന്തെല്ലാം കുടിക്കുന്നുണ്ടോ, രാജാവ് എന്തെല്ലാം കഴിക്കുന്നുണ്ടോ, രാജാവ് എന്തെല്ലാം പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ടോ, അതിനെല്ലാമുള്ള അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതായ ഒരു തസ്തികയിലേക്കാണ് തന്നെ തിരഞ്ഞെടുത്തത്. എന്നാൽ ദാനിയേലിന്റെ ഒരു ഡിറ്റർമിനേഷൻ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ദൈവ പൈതലാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെല്ലാം കഴിക്കാനായിട്ട് സാധിക്കും, എന്തെല്ലാം കുടിക്കാനായിട്ട് സാധിക്കും, എന്തെല്ലാം സംസാരിക്കാനായിട്ട് സാധിക്കും, ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് സാധിക്കും, എങ്ങനെയെല്ലാം പെരുമാറാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ദാനിയേലിന് ഒരു വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ദാനിയേലിനെ മറ്റാരെങ്കിലും ദാനിയേലിനോട് പറയുന്നതിന് മുമ്പേ തന്നെ താൻ സ്വയം തീരുമാനിച്ച ഒരു കാര്യമാണ്. മാത്രവുമല്ല, അവിടെ തന്നെ ട്രെയിൻ ചെയ്യുന്നതായ ആളുകളോട്, അല്ലെ, ട്രെയിനിങ്ങിനാണ് ഒരു ട്രെയിനിങ് സെൻറ്ററിലാക്കിയിരിക്കുന്നത്. 3 വർഷത്തെ കഠിനമായ ട്രെയിനിങ് ആണ്. 3 വർഷത്തെ ഈ ട്രെയിനിങ് പീരീഡിൽ എനിക്ക് എന്ത് വേണ്ട, നിങ്ങൾ കുടിക്കുന്നതായ സാധനങ്ങളോ നിങ്ങൾ കഴിക്കുന്നതായ സാധനങ്ങളോ ഇതൊന്നും വേണ്ട. ഒരു യഹൂദൻ, ഒരു ദൈവ വൈതലിന് പാലിക്കാൻ പറ്റുന്നതായ ശാഖപദാർത്ഥം എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ശാഖപദാർത്ഥം, അതിനകത്ത് എന്തെല്ലാമാണ് അതിൻ്റെ കണ്ടന്റ് എന്നൊന്നും നമുക്കറിയയില്ല. ആ മെനുവിൽ, ശാഖപദാർത്ഥത്തിൻ്റെ മെനുവിലുള്ള വിഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയയില്ല. എങ്ങനെയായാലും ദാനിയേലിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനത് പുറമേ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം? തൻ്റെ ഒരു തീരുമാനം. അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്, നമ്മുടെ ഡിറ്റർമിനേഷനുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ദൈവസന്നിധിയിൽ, കർത്താവേ, ദൈവത്തിന് പ്രയോജനമല്ലാത്തതായ, ഒരു ദൈവ വൈതലിന് ചെയ്യാൻ പാടില്ലാത്തതായ, ഒരു ദൈവ വൈതൽ സംസാരിക്കാൻ പാടില്ലാത്തതായ, ഒരു ദൈവ വൈതൽ ഇടപെടാൻ പാടില്ലാത്തതായ, ഒരു ദൈവ വൈതൽ കർത്താവേ ആയിത്തീരാൻ പാടില്ലാത്തതായ നിലയിലൊന്നും ഞാൻ ആയിത്തീരുകയില്ല എന്ന് ദാനിയേലിനൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അതാ ദാനിയേലിന്റെ ജീവിതം വിജയകരമായി തീരാനും തൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനും ഇടയായിത്തീരുന്നത്. ദാനിയേൽ purposed in his heart എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡാനിയേൽ ഡിറ്റർമൈൻഡ് in his heart. നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമോ? കർത്താവേ, നീ എന്നെ എവിടെ ആക്കി വെച്ചിരിക്കുന്നോ, എൻ്റെ ഓഫീസിൽ, എൻ്റെ സഭയിൽ, ഞാനായിരിക്കുന്ന സൺഡേ സ്കൂളിൽ, എന്നെ കർത്താവാക്കി വെച്ചിരിക്കുന്ന ക്വയറിൽ, എന്നെ കർത്താവാക്കി വെച്ചിരിക്കുന്നതായ മറ്റു ചില മേഖലകളിൽ, സഭയിൽ, കർത്താവ് എവിടെയാണോ ഒരു ദൈവ പൈതലിന് പരിശുദ്ധാത്മ സഹായത്തിൽ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുന്ന നിലയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. അതിനി പുറത്താണെങ്കിലും, എൻ്റെ ഭവനത്തിനകത്താണെങ്കിലും, കർത്താവേ സഭയ്ക്കകത്താണെങ്കിലും, മറ്റ് ഏതെങ്കിലും മേഖലയിലാണെങ്കിലും, അത് അങ്ങനെ ചെയ്യാനായിട്ട് നീ എന്നെ സഹായിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നത് എന്നുള്ളത് ദാനിയേലിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ ഒന്ന്, ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് നമ്മൾ 6:18 വായിച്ചെന്നാൽ, ദാരിയാവേസിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരസിന്റെ വാഴ്ചയിലും അവൻ ശുഭപ്പെട്ടു. ഹി പ്രോസ്പേർഡ്. കാരണം എന്താണ്? ഇൻ ഹിസ് ഡിറ്റർമിനേഷൻ, അല്ലെ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. രണ്ടാമത്തേത് എന്താണ്? 2-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടത്? അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ദാനിയേൽ ദൈവത്തിന് മഹത്വം നൽകി. നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് പലരോടും പറഞ്ഞു. അവർക്കൊന്നും ആ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ ആ 2-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ പലരെയും വിളിച്ചു. അവസാനം ദാനിയേലിന്റെ അടുക്കലേക്ക് ആ വിഷയം വന്നു. ദാനിയേല് പറയുന്നതായൊരു കാര്യമാണ്. താൻ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് ദാനിയേൽ പറയുകയാണ്, അങ്ങനെ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. അത് തന്നെയാണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെടാനിടയായി തീർന്നത്, അല്ലെ? ദൈവത്തിന് മഹത്വം നൽകാനായിട്ട് ഇടയായി. തനിക്ക് മഹത്വം എടുക്കാം. ആ രാജ്യത്തുള്ള എല്ലാ മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അവർക്കെല്ലാം ആ ചീട്ട് വീണതാണ്. അവർക്കൊന്നും കഴിയാത്തതായ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനായിട്ട്, ആ സ്വപ്നം തനിക്ക് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? അതിൽ സ്വയം പുകഴുകയല്ല ചെയ്തത്. തനിക്ക് ദൈവം ഒരവസരം തന്നപ്പോൾ ആ സ്വയം പുകഴാതെ ദാനിയേൽ എന്ത് ചെയ്തു? സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. കർത്താവേ, എനിക്ക് നീ ആ സ്വപ്നം വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. കർത്താവേ, നീ എനിക്കത് ദർശനത്തിൽ എന്നെ കാണിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും ഞാൻ അങ്ങയ്ക്ക് നൽകുന്നു. കർത്താവേ, എനിക്ക് മഹത്വം വേണ്ട, എനിക്ക് പുകഴ്ച വേണ്ട. കർത്താവേ, ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ബെറ്റർ ആകുന്നത് എന്നുള്ള കരുതൽ എനിക്ക് വേണ്ട. കർത്താവേ, എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ സ്തുതിയും, എല്ലാ ആരാധനയും ഞാൻ അങ്ങയ്ക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതായ ദാനിയേൽ, അല്ലെ, ദൈവത്തിന് മഹത്വം നൽകി. അപ്പൊ നമ്മുടെ ചിന്താവിഷയം എന്താ? 6:28. എന്തുകൊണ്ടാണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെടാനായിട്ടിടയായി തീർന്നത്? 1, അവന്റെ ഡിറ്റർമിനേഷൻ, തീരുമാനം, അവനെടുത്തതായ നല്ല തീരുമാനം, ഉറച്ച തീരുമാനം. 2, എല്ലാ കാര്യത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ദാനിയേലിന് സാധിച്ചു. നമ്മൾ മഹത്വം എടുക്കുന്നവരാണ്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്തത് കൊണ്ടാണ് ബെറ്റർ ആയതെന്ന് പറയുന്നവരാണ് നമ്മൾ പലപ്പോഴും. മറ്റവൻ ചെയ്തത് നല്ലതാണെങ്കിലും അതിനെ അംഗീകരിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല, അല്ലേ? മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടെത്താനായിട്ട് ഇടയായി തീരുന്നത്. എന്നാൽ ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. ദാനിയേൽ ചെയ്തത് എന്താണെന്ന് നമ്മൾ വായിക്കുന്നത്? ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. എല്ലാ ജ്ഞാനവും എല്ലാ ബലവും എൻ്റെ ദൈവത്തിൻ്റെതാണ്. എൻ്റെ ദൈവം തന്നാൽ മാത്രമേ അതുള്ളൂ. കർത്താവേ, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് സ്തുതിച്ചു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ആരാണ്? ദൈവം. അവന് കാലങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും, അവന് സമയങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തെ മാറ്റാനായിട്ട് സാധിക്കുന്നവനായ ദൈവമുണ്ട് എന്ന് ദാനിയേല് തീരുമാനിക്കാനായിട്ടിടയായി തീർന്നു, വിശ്വസിക്കാനായിട്ടിടയായി തീർന്നു. നമ്മുടെ സമയമല്ല പലപ്പോഴും ദൈവത്തിന്റെ സമയം, അല്ലേ? കീർത്തി ഡോക്ടർ അത് സാക്ഷ്യത്തിൽ പറഞ്ഞു. നമ്മൾ പലപ്പോഴും നമ്മുടെ സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ദൈവത്തിന്റെ സമയത്തിന് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് പലപ്പോഴും മടിയുള്ളവരാ. എന്നാൽ ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു.
ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവം എത്ര വലിയവനാണ്, എൻ്റെ കർത്താവ് എത്ര വലിയവനാണ്, അവൻ്റെ പ്രവൃത്തികൾ എത്ര ഉത്തമമാണ്, അവന് കഴിയാത്തതായ യാതൊരു കാര്യവുമില്ല, എൻ്റെ ദൈവം ശ്രേഷ്ഠനാണ്, ഞാൻ ഏറ്റവും ചെറിയവനാണെന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ താഴുവാനും ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദാനിയേലിന് സാധിച്ചു എന്നുള്ളതാണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം. ദാരിയാവേസിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിന്റെ വാഴ്ചയിലും അവൻ ശുഭപ്പെട്ടത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് മഹത്വം നൽകി. 72-ാം സങ്കീർത്തനത്തിന്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, 72-ാം സങ്കീർത്തനം 18-19 വാക്യം ആർക്കെങ്കിലും വായിക്കാം? 72-18-19. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്നാ പറഞ്ഞിരിക്കുന്നത്? താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി. ആമേൻ. അവൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഇതാര് പറയുന്ന? ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ വിളിച്ചു പറയുകയാണ്. ശലോമോൻ രാജാവാണ്, എല്ലാ മഹത്വത്തിലും ആ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. 72-ാം സങ്കീർത്തനത്തിൽ ശലോമോന് പറയാനുള്ളത്, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അല്ലേ? അവന്റെ മഹത്വം കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ വെറും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ ദേശത്തിന്റെ മാത്രം രാജാവായിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഈ സർവ്വ പ്രപഞ്ചത്തെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ, അവൻ ഏറ്റവും വലിപ്പമുള്ളവനാണ്. അവന് കഴിയാത്തതായി യാതൊരു കാര്യവുമില്ല. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ നമുക്കൊന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ കാലങ്ങളെ മാറ്റുന്നവനാണ്, അവൻ സമയങ്ങളെ മാറ്റുന്നവനാണ്. അവന് കഴിയാത്ത കാര്യമൊന്നുമില്ല. ഇന്നെനിക്ക് ചീത്ത സമയമാണെങ്കിൽ അതിനെ മാറ്റി ഒരു നല്ല സമയം തരാനായിട്ട് എൻ്റെ കർത്താവിന് സാധിക്കും. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ചീത്ത സമയം നല്ല സമയമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാ സമയവും നല്ലതാ. 24 മണിക്കൂറും നല്ലതാ, 365 ദിവസവും നല്ലതാ. അല്ലേ? രാവിലെ നല്ലതാ, സന്ധ്യയ്ക്ക് നല്ലതാ, ഉച്ച കഴിഞ്ഞ് നല്ലതാ. അല്ലേ? രാഹുകാലവും ഗുളികകാലവും ഒന്നുമില്ല. അല്ലേ? ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോലും ഇതൊക്കെ ഉണ്ട്. കല്യാണത്തിന് പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. സമയമൊക്കെ നോക്കിയിട്ടാ പലയിടത്തും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് 365 ദിവസവും 24 മണിക്കൂറും നമുക്ക് ഏറ്റവും നല്ലതാ. പക്ഷേ ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന് നിന്റെ കഷ്ടതയുടെ കാലം, പ്രയാസത്തിന്റെ കാലം, പരിശോധനയുടെ കാലം, രോഗത്തിന്റെ കാലം, നിന്റെ നിന്ദയുടെ കാലം, നിന്റെ പരിഹാസത്തിന്റെ കാലം, നീ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രതിസന്ധികളുടെ കാലം മാറ്റാനായിട്ട് ദൈവത്തിന് കഴിയും. കാരണം എൻ്റെ ദൈവം ആരാണ്? അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുകയും അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നവനാ. ഇന്നലെ ഒരു രാജാവിനെ മാറ്റി. അല്ലേ? ദൈവത്തിന്റെ ഇടപെടലാന്നാ ഞാൻ ചിന്തിക്കുന്നത്. 98 വയസ്സോ 88 വയസ്സെങ്ങാണ്ടുണ്ട്, 86 ഇല്ലേ? മാറാൻ പറഞ്ഞിട്ട് പുള്ളി മാറിയല്ല. അവസാനം ദൈവത്തിന്റെ ഇടപെടൽ വേണ്ടി വന്നു. നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ പറയുന്നില്ല. ദൈവം കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നവനാണ്. രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്നവൻ. നമ്മുടെ ദേശത്തും അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലേ? കർത്താവിന് സമയം വരുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്വം അത് സംഭവിക്കാനായിട്ടിടയായിത്തീരും, അത് ആവശ്യമെങ്കിൽ. അതുകൊണ്ട് ദൈവത്തിന്റെ സമയം, ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ രണ്ടാമത്തെ കാരണം, അവൻ എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം നൽകി. ഒരു മഹത്വവും താൻ എടുത്തില്ല. എൻ്റെ കർത്താവേ, നിനക്ക് സ്തുതി. ഇത്ര ശ്രേഷ്ഠമായി നീ എന്നെ നടത്തിയല്ലോ, ഇത്ര ശ്രേഷ്ഠമായി നീ എന്നെ പരിപാലിച്ചല്ലോ, ഇത്ര ശ്രേഷ്ഠമായി നീ എന്നെ കരുതിയല്ലോ. അല്ലേ? നമ്മൾ പലപ്പോഴും നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരാ. എന്നാൽ അതിലും ഇല്ലാത്തവരുടെ വിഷമം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കാത്തത്? നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കാളും ഉന്നതിയിൽ നിൽക്കുന്നവരെയാണ് നോക്കുന്നത്. അവനോട് കൂടെ നോക്കുമ്പോൾ എനിക്കൊന്നുമില്ലല്ലോ എന്നാണ് ചിന്തിക്കാനായിട്ടിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സാധിക്കാത്തത്. ഹോസ്പിറ്റലിലേക്കൊന്നും ചെന്നേ, മെഡിക്കൽ കോളേജിലേക്കൊന്നും ചെന്നേ, ജനറൽ ഹോസ്പിറ്റലിലേക്കൊന്നും ചെന്നേ, എഴുന്നേൽക്കാൻ സാധിക്കാതെ കൈയും കാലും ഒടിഞ്ഞ്, അല്ലേ, നട്ടെല്ലിന് ക്ഷതമേറ്റ് എത്രയോ ആളുകൾ അവരെക്കാളൊക്കെ എത്ര ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ എനിക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൃപയാ. അതോർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കും. ആമേൻ.
നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം ഒന്ന്, അവന്റെ ഡിറ്റർമിനേഷൻ, അവന്റെ തീരുമാനം. 2, ദൈവത്തിന് മഹത്വം നൽകി. 3, 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. എന്തുകൊണ്ടാണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടത്? 4:24. അതിനർത്ഥം ഇതാകുന്നു, എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതന്റെ വിധി ഇതുതന്നെ. 4:24. രാജാവേ, അതിന്റെ അർത്ഥം ഇതാകുന്നു. ഒരു സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. വ്യാഖ്യാനിക്കുന്ന ആരോടാ? രാജാവിനോടാണ്. മറുത്തൊരു വാക്ക് പറഞ്ഞാൽ അപ്പ തല പോകും. ഇപ്പൊ ലോകത്ത് അങ്ങനെ ഒരു രാജാക്കന്മാരില്ല. ഇച്ചിരേലും ഉള്ളത് ആരാണ്? നമ്മുടെ ഉത്തര കൊറിയയിലെ കിമ്മൊക്കെ ആയിരിക്കും അല്ലേ? ഇച്ചിരേലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ വെടിവെച്ച് കൊല്ലുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. രാജാവിനോട് മറുത്തൊരു വാക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ദാനിയേൽ പറയുക, ധൈര്യമായിട്ട് പറയുകയാണ്. എന്താ? രാജാവേ, അതിന്റെ അർത്ഥം ഇതാകുന്നു, എന്റെ യജമാനനായ രാജാവിന്മേൽ വരുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ വിധി ഇതാകുന്നു, തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമേനിയുടെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടെയാകും. തിരുമേനിയെ കാളയെ പോലെ പുല്ലുതേറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവന് വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമേനിയെ കൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. തിരുമേനിക്ക് ദേഹത്ത് മഞ്ഞ് വീഴും അല്ലേ? വലിയ പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വരും. ദൈവം നിന്നെ ഈ രാജസ്ഥാനത്ത് മാറ്റുവാനായിട്ട് പോകുന്നു. ആരോടാ പറയുന്നത്? രാജാവിനോട്. നെബൂഖദ്നേസർ രാജാവിനോട് മുഖത്ത് നോക്കി വിളിച്ചു പറയാനുള്ള ധൈര്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിഗളികളെ നേർവഴിക്ക് നടത്തുവാനുള്ള ധൈര്യം ഉണ്ടായിത്തീരണം നമുക്ക്. നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് പൊത്തുവരുത്തത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരോട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവനെങ്ങനെ അതിനെ സ്വീകരിക്കും എന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും പലപ്പോഴും കാര്യങ്ങളെ പറയാനായിട്ട് ഇടയാകുന്നത്. 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യം നോക്കി. ആദ്യം പറഞ്ഞത് നെബൂഖദ്നേസറിനോടാണെങ്കിൽ 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ബേൽശസ്സറിനോട് പറയുന്നതായ ഭാഗമാണ്. എന്താ ബേൽശസ്സറിനോട് പറയുന്നത്? രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന്റെ രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനം നൽകി. അവന് നൽകിയ മഹത്വവും ഹേതുവായി അവനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. മഹത്വമൊക്കെ അവന് നൽകിയെങ്കിലും അവനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. കാരണം എന്താണ്? 20-ാം വാക്യം. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു, അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയി. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നിഗളം, ഗർവം അല്ലെ, അഹങ്കാരം. എന്നിലും നിങ്ങളിലും ആ സ്വഭാവം ഉണ്ടോ? നമ്മൾ ഗർവിക്കുന്നവരാണോ? നമ്മൾ അഹങ്കരിക്കുന്നവരാണോ? ഞാനെന്തോ ശ്രേഷ്ഠനാണ് എന്ന് ചിന്തിക്കുന്നവരാണോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാനായിരുന്നെങ്കിൽ അല്ലേ, ഞാനാണ് ആ സ്ഥാനത്ത് എങ്കിൽ, ഞാനാ നിങ്ങൾക്ക് പകരം സംസാരിച്ചിരുന്നത് എങ്കിൽ അല്ലേ. നമ്മൾ പലപ്പോഴും പറയുന്നത് ആ ഒരു വാക്കാ. എന്തുകൊണ്ടാ? ഈ ഞാൻ, നമ്മളെല്ലാം ഈ ഞാൻ കിടക്കുക. ഞാനായിരുന്നെങ്കിൽ, വില്യം പാസ്റ്റർ ശുശ്രൂഷ ചെയ്താൽ എനിക്ക് തോന്നും ഞാനായിരുന്നെങ്കിൽ. ഞാനൊരു ശുശ്രൂഷ തോന്നിയാൽ ചിലപ്പോൾ വില്യം പാസ്റ്റർക്ക് തോന്നും ഞാനായിരുന്നെങ്കിൽ. എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നാറില്ല അല്ലേ. ഞാൻ ആ ബെറ്ററായി ചെയ്യുമായിരുന്നു. നിഗളം, ഗർവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ സ്വഭാവം ഉണ്ടോ? നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം അവന്റെ തീരുമാനമാണ്. അവൻ ദൈവത്തിന് മഹത്വം നൽകി. 3, അവന്റെ ആ ധൈര്യം അല്ലെ, നിഗളികളെ നേർവഴിക്ക് നടത്തുവാനുള്ള ധൈര്യം. നെബൂഖദ്നേസറിനോട് കാണിച്ച ധൈര്യം അതാണ്. അവൻ നിഗളിയായിരുന്നു. അവനെ നേർവഴിക്ക് നടത്താനായിട്ട് ധൈര്യത്തോടെ അവനോട് സംസാരിച്ചു. ബേൽശസ്സറിനോട് സംസാരിച്ചു. ബേൽശസ്സർ നിഗളിയായിരുന്നു. അവനെ നേർവഴിക്ക് നടത്താനായിട്ട് യാതൊന്നും മറവരുളായി സംസാരിച്ചില്ല, നേരിട്ട് സംസാരിക്കാനായിട്ടിടയായി തീർന്നു. അതാ പുതിയ നിയമ ശുശ്രൂഷ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെയുള്ള വേദം ഭാഗം വായിച്ച്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെ വേഗത്തിൽ വായിക്കാം. എന്താണ് പുതിയ നിയമത്തിൽ ദൈവസഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ?
1 തെസ്സലോനിക്കർ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. There will be a tendency. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞതാ, തിരിച്ചതുപോലെ പറയണം. അവൻ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചാ തിരിച്ചും അതുപോലെ അയക്കണം. There will be a tendency. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. വായിച്ചു. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. അവിടെ പറയാൻ ആഗ്രഹിച്ചത് ഏതാണ്? ആ 14-ാം വാക്യമാ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, ദീർഘക്ഷമ കാണിപ്പിൻ. ധൈര്യത്തിന്റെ പ്രവൃത്തി ചെയ്യുക, ധൈര്യത്തോടെ അത് ചെയ്യുക, ബിൽഡ് ചെയ്യുക, മറ്റുള്ളവനെ ബിൽഡ് ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യാനായിരിക്കണം, ഡിസ്ട്രോയ് ചെയ്യാനായിരിക്കരുത്. അവനെ ബിൽഡ് ചെയ്യുക, ആ കുടുംബത്തെ ബിൽഡ് ചെയ്യുക, ആ വ്യക്തിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അതിന് പുറകിലുള്ള ഛേദോവികാരം, അല്ലേ? അല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ അവനെ അങ്ങ് തകർക്കണം, അവനെ അങ്ങ് നശിപ്പിക്കണമെന്ന് ഉള്ളതായി തീരരുത്. പിന്നെയോ ഞാൻ പറയുന്ന വാക്കിലൂടെ അവൻ പണിയപ്പെടണം. അതാ അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടത് അവന്റെ തീരുമാനം കൊണ്ടാണ്, അവൻ ദൈവത്തിന് മഹത്വം നൽകിയത് കൊണ്ടാണ്. അവന്റെ ധൈര്യം, ക്രമം കെട്ടവരെ നേർവഴി കാണിക്കുവാനുള്ള ആ ഒരു ധൈര്യം ദാനിയേലിനുണ്ടായിരുന്നു. എന്നെയും നിങ്ങളെയും കർത്താവ് ഓരോ സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുന്നത് ആ ധൈര്യത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. 4-ാമത്തേത് 6-ാം അധ്യായം 3-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട്. ദാനിയേൽ ആരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദാനിയേൽ ഈ കാര്യങ്ങളെല്ലാം സാധിച്ചത്? ദാനിയേൽ ഇത്രയും പ്രോസ്പേർഡ്, അനുഗ്രഹിക്കപ്പെട്ടവനായത്, രാജ്യത്തെ നന്നായി ഭരിക്കുവാനായിട്ട് ഈ രാജാക്കന്മാരെ എല്ലാം സഹായിപ്പാൻ ദാനിയേൽ ഇടയായി തീർന്നതിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ദാനിയേൽ ആ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്? ദാനിയേൽ ഉത്കൃഷ്ട മാനസൻ ആയിരുന്നത് കൊണ്ട്. ഒന്നും മനസ്സിലായില്ല, അല്ലേ? നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണെങ്കിലും ഉത്കൃഷ്ട മാനസൻ എന്നതിൻ്റെ അർത്ഥം പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? കൈ ഉയർത്തിക്കേ. എല്ലാവരും മലയാളം മീഡിയത്തിൽ പഠിച്ചവരാ കൂടുതലും. പണ്ടൊക്കെ അതായിരുന്നല്ലോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരും കാണുമായിരിക്കും, അവരോട് ഞാൻ ചോദിക്കുന്നില്ല. ഉത്കൃഷ്ട മാനസൻ, അല്ലേ? നമുക്ക് വലിയ പാടാണ്. നമ്മൾ മലയാളികളാണെങ്കിലും ആ വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പാടാണ്. എനിക്കും ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ബിക്കോസ് ആൻ എക്സലന്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം, അല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഉത്കൃഷ്ട മാനസൻ എന്നുള്ളതിന്റെ അർത്ഥം അതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശബ്ദധാരാവലിയൊക്കെ വേണമെങ്കിൽ നോക്കിയാൽ മതി. ഈ ട്രാൻസ്ലേഷൻ കറക്റ്റ് ആവണമെന്ന് നിർബന്ധവുമില്ല. എന്തായാലും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് ആൻ എക്സലന്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലേ? ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം പ്രശ്നം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്. ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടതും ദാനിയേലിന്റെ അധികാരസ്ഥാനം അനുഗ്രഹിക്കപ്പെട്ടതും ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്നവരെ നന്നായി ലീഡ് ചെയ്തുകൊണ്ട് പോകുവാനും ദാനിയേലിന് സാധിച്ചതിന്റെ കാരണം ബിക്കോസ് ആൻ എക്സലന്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. അവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ടാണ്. ദൈവം അവനോട് കൂടെയിരുന്നു. നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കണമെന്നാ. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 1 കൊരിന്ത്യർ 4:2. ഗൃഹവിചാരന്മാർ അന്വേഷിക്കുന്നതോ, ഗൃഹവിചാരകന്മാർ, അല്ലെ? ദൈവ മക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് ഗൃഹവിചാരകന്മാരായിട്ടാണ്. ഓയിക്നമോസ് എന്നുള്ള ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം വീട്.
നെമോ എന്ന് പറഞ്ഞാൽ കാര്യസ്ഥൻ, ഓയിക്കനുമോസ് എന്ന് പറഞ്ഞാൽ ആ വീട് നന്നായി കൈകാര്യം ചെയ്യുന്നവൻ, ഗൃഹവിചാരകൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം, എല്ലാ മേഖലയിലും വിശ്വസ്തരായിരിക്കാനായിട്ട്. സമയം, താലന്ത്, ട്രഷേഴ്സ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ പണം, അല്ലേ, നമ്മുടെ സമയം, നമ്മളെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന താലന്ത്, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം. എല്ലാ മേഖലയിലും വിശ്വസ്തരായി തീരാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹത്തോടെ നടത്താനായിട്ട് ഇടയായി തീരും. 6:4, ദാനിയേൽ 6:4. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും. അപ്പോൾ ദാനിയേല് ആരായിരുന്നു? എന്തുകൊണ്ടാണ് ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടത്? 1, അവന്റെ തീരുമാനം. 2, അവൻ ദൈവത്തിന് മഹത്വം നൽകി. 3, അവന്റെ ധൈര്യം. 4, അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു, ബിക്കോസ് an excellent spirit was in him. 5, അവൻ വിശ്വസ്തനായിരുന്നു, അല്ലെ, അവൻ വിശ്വസ്തനായിരുന്നു. അവന് വിശ്വസ്തനായിരുന്നത് കൊണ്ട് നമ്മൾ വിശ്വസ്തരാണോ? നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഗൃഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നത് നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ, ഈ എക്സലന്റ് സ്പിരിറ്റ് നമ്മിൽ പ്രവർത്തിക്കാനായിട്ടിടയായി തീരണമെങ്കിൽ നമ്മൾ ആരാകണം? നമ്മൾ വിശ്വസ്തരാകണം, അല്ലെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 12-ാം വാക്യം. ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടത് ബിക്കോസ് an excellent spirit was in him. അവനിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ എന്തെല്ലാം സംഭവിക്കും? 5 കാര്യങ്ങൾ ആ യെഹെസ്കേലിന്റെ പുസ്തകത്തില് 47-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതും ആ വരികൾ മാത്രം പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്തെല്ലാമാണ്? 47:12. നദീതീരത്ത് ഇക്കരെ അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല. ഈ നദിയെ കുറിച്ച് അറിയാമല്ലോ, ഈ നദിയെ കുറിച്ച് അറിയാമല്ലോ. ഈ നദി എവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് എന്നും നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആ നദിയെ കുറിച്ചാണ് ആ 47-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുട്ടോളമല്ല, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ജീവ നദി, പരിശുദ്ധാത്മാവാകുന്ന നദിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ബിക്കോസ് an excellent spirit, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെ എന്തുണ്ടാകും? ഒരു വളർച്ചയുണ്ടാകും. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും ഫലം കായ്ക്കും. അല്ല, ആദ്യം ഫലം കായ്ക്കും. സകലവിധ വൃക്ഷങ്ങളും വളരും അല്ലെ. ആദ്യം വളർച്ചയാ, ഫലം രണ്ടാമതാ. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? ആദ്യം നമുക്ക് ഫലം വേണം, അല്ലേ. ആദ്യം തന്നെ ഫലം വേണം. പറമ്പുള്ളവരെല്ലാം ആദ്യം ഈ നഴ്സറിയിലൊക്കെ പോയിട്ട് എന്താ നോക്കുന്നതെന്നറിയാമോ? ഈ ചെറിയ മാവ് കണ്ടിട്ടുണ്ടോ? ആ ചട്ടിയിൽ തന്നെ മാങ്ങ കായ്ച്ചു നിൽക്കുന്ന മാവ്. ഞാൻ കഴിഞ്ഞ ദിവസം മാരാമണ്ണ് പോയി. മാരാമൺ ഞങ്ങളുടെ സ്റ്റോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനും വൈഫും കൂടെ മാരാമണ്ണൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അവിടെയുള്ള കടകളിൽ കൂടെ കയറി ഇങ്ങനെ നടന്നപ്പോൾ അവിടെ വലിയ പൂന്തോട്ടം, അല്ലേ, അതെല്ലാ വർഷവും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ചെറിയ ചട്ടിയിൽ വിരിയുന്ന മാവ്, പ്ലാവ്, അല്ലേ, എല്ലാവർക്കും ഇഷ്ടം അതാ. ഈ 10-15 വർഷം കഴിഞ്ഞ് കായ്ക്കുന്നത് ആർക്കാ ഇഷ്ടം? അത്രയും നാൾ നമ്മൾ പോകുമെന്ന് തന്നെ നമുക്ക് സംശയമുള്ളത് കൊണ്ട് എല്ലാവരും വരുന്നത് 1000, 2000, 3000 കൊടുത്ത് ആ മാവും പ്ലാവും വാങ്ങി തൂക്കി കാറിന്റെ ഡിക്കി വെക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടാണ്? വളരാൻ ആഗ്രഹമില്ല. എല്ലാവർക്കും നേരത്തെ തന്നെ മാങ്ങ ചക്കയൊക്കെ കായ്ക്കണം, കിട്ടണം. നമ്മുടെയും പ്രശ്നം അതാ. ആദ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളർച്ചയുണ്ടാകും. അതാ എഴുതിയിരിക്കുന്നത്. മാറ്റിയോ അത്? നദീതീരത്ത് അക്കരെയും ഇക്കരെയുമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. 2, എക്സലന്റ് സ്പിരിറ്റ് നമ്മിൽ വന്നാൽ, അതാ ഈ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1, വളർച്ചയുണ്ടാകും. 2, ഇല വാടുകയില്ല. വാട്ടം ഉണ്ടാകുകയില്ല. ഇവിടെ എല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും വാട്ടമാണ്.
സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ നമ്മൾ വാടിപ്പോകും, തളർന്നു പോകും, ക്ഷീണിക്കും, അല്ലേ? നമ്മൾ വാടിപ്പോകും, വാടും. മൂന്ന് ഫലമില്ലാതെ പോകുകയില്ല. ആ വായിച്ചു. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. മാസം തോറും പുതിയ ഫലം. 2026 ആയിട്ടും വർഷത്തിലൊരു ഫലം പോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്, അല്ലേ? അടുത്തിരിക്കുന്നവരെയൊന്നും നോക്കരുത്, സ്വന്തം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഫലം കായ്ക്കാത്തവരുണ്ട്. എന്നാൽ ബിക്കോസ് ആൻ എക്സലന്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം എന്നാ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ പ്രോസ്പേർഡ് ആയതിന്റെ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ടാണ്. ഉത്കൃഷ്ട മാനസൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ അവിടെ വളർച്ചയുണ്ടാകും, അവിടെ വാട്ടമെല്ലാം മാറിപ്പോകും, അവിടെ മാസം തോറും പുതിയ ഫലം കായ്ക്കും. ഇനി ആ 9-ാം വാക്യം 47:9, എസെക്കിയേൽ 47:9. അതിലെ വെള്ളം പഥ്യമായി തീരും, എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. അവിടെ ജീവനുണ്ടാകും, അല്ലെ? ഈ നദി ഉണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാകും. നമ്മുടെ സഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സഭയ്ക്ക് ജീവനുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ ജീവനുണ്ടാകും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ ജീവനുണ്ടാകും. അവസാനമായി 9-ാം വാക്യം തന്നെ വീണ്ടും വായിച്ചു. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും സൗഖ്യമുണ്ടാകും. പഥ്യം എന്ന് പറഞ്ഞാൽ സൗഖ്യം, അല്ലേ? 5 കാര്യങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന 5 കാര്യങ്ങളാണ് യെഹെസ്കേൽ 47:12-9 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. എന്തെല്ലാമാണ്? കമ്പിവാചകത്തിൽ ഒന്ന് ഓർത്തേ. 1, വളർച്ചയുണ്ടാകും. 2, വാട്ടം മാടും, അല്ലെ? വാടുകയില്ല. 3, മാസം തോറും പുതിയ ഫലം കായ്ക്കും. 4, ജീവനുണ്ടാകും. 5, സൗഖ്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സംഭവിക്കുന്നില്ലെങ്കിൽ സംതിങ് വെന്റ് റോങ്, അല്ലേ? സംതിങ് വെന്റ് റോങ്. എന്തോ പ്രശ്നമുണ്ട്. പരിശോധിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലായിരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് വളരാൻ സാധിക്കാത്തത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആവാത്തത് കൊണ്ടാണ് എനിക്ക് ഇപ്പോഴും വാട്ടവും ക്ഷീണവും ആത്മീയ ഉറക്കവും ആത്മീയ മയക്കവും എന്നിൽ കടന്നു വരുവാനായിട്ടിടയായിത്തീരുന്നത്, എൻ്റെ സഭയിൽ കടന്നു വരുവാനിടയായിത്തീരുന്നത്, ഫലം കായ്ക്കാനായിട്ട് കഴിയാത്തത്, ജീവനില്ലാത്ത അവസ്ഥ വരുന്നത്, സൗഖ്യമുണ്ടാകാത്തത്. സമയം പോയല്ലോ. 2 കാര്യം കൂടെ പെട്ടെന്ന് പറയാം. 1, ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടത് നമ്മൾ കണ്ടല്ലോ. എന്താണ് അവന്റെ ഡിറ്റർമിനേഷൻ, തീരുമാനം. 2, ദൈവത്തിന് മഹത്വം നൽകി. 3, ധൈര്യത്തോടെ നിഗളികളെ നേർവഴിക്ക് നടത്തുവാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നു. 4, അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. 5, അവൻ വിശ്വസ്തനായിരുന്നു, അല്ലേ? 6:4 നമ്മൾ കണ്ടല്ലോ, ദാനിയേൽ വിശ്വസ്തനായിരുന്നു. വേറൊരാളെ നമ്മൾ വിശ്വസ്തൻ എന്ന് വായിക്കുന്നുണ്ട്. ആരെയാണ്? സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. എന്റെ ദാസനായ മോശെയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ഒരു വിശ്വസ്തന്റെ ലക്ഷണം എന്താണ്? ദൈവസഭയിൽ ഒരു വിശ്വസ്തന്റെ അല്ലെങ്കിൽ വിശ്വസ്തതയുടെ ലക്ഷണം എന്താണ്? ഞാനൊന്നിനുമില്ല, ഞാൻ കമ്മിറ്റിക്കും ഇല്ല, ഞാൻ ഒരു പരിപാടിക്കും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണോ? അതുകൊണ്ട് വിശ്വസ്തനാകയില്ല, അല്ലേ? എന്നെ പ്രസംഗം ഏൽപ്പിക്കേണ്ട, ലീഡിങ്ങും ഏൽപ്പിക്കേണ്ട, എന്നെ ഒന്നും ഏൽപ്പിക്കേണ്ട, ഞാൻ പ്രവർത്തനത്തിനും ഇല്ല, ഭവനം സന്ദർശിക്കാനും ഇല്ല, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസ്തനാവുമോ? ഇല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാ വിശ്വസ്തന്മാരെ കണ്ടെത്തുന്നത്. ഇല്ലില്ല, ഞാനില്ല, വില്യം ഭാഷ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞാനില്ല, അല്ലേ? അത് വിശ്വസ്തതയുടെ ലക്ഷണമാണോ? ഇല്ല. അല്ലെങ്കിൽ ഇന്ന ആൾ കൂടെ സഹകരിക്കാൻ ഞാനില്ല, നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാനില്ല, അതല്ല വിശ്വസ്തതയുടെ ലക്ഷണം. പിന്നെ എന്താ ലക്ഷണം? ഇവിടെ മോശയെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. വായിച്ചു. 12:7 ഒന്നുകൂടെ വായിച്ചു. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, എന്റെ ദാസനായ മോശ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവനോട് ഞാൻ അരുളി ചെയ്തതൊക്കെയും
മറപൊരുളായിട്ടല്ല, എങ്ങനെയായിരുന്നു? അഭിമുഖമായിട്ടായിരുന്നു. സ്പഷ്ടമായിട്ട്. അവനോട് ഞാൻ സംസാരിച്ചത് മറപൊരുളായിട്ടല്ല. വിശ്വസ്തന്മാരോട് ദൈവം സ്പഷ്ടമായി സംസാരിക്കും. ആ വിശ്വസ്തൻ എന്ത് ചെയ്യണം? അത് മറപൊരുൾ കൂടാതെ വിശ്വസ്തയോടെ സ്പഷ്ടമായി ദൈവസഭയോട് വിളിച്ചു പറയാനായിട്ടിടയായി തീരണം. അതാ വിശ്വസ്തതയുടെ ലക്ഷണം, അല്ലെ? അപ്പൊ മോശയെ കുറിച്ച് വായിക്കുകയാണ്, എൻ്റെ ദാസനായ മോശ അവൻ വിശ്വസ്തനായിരുന്നു, അവനൊന്നും മറപൊരുളായിട്ടല്ല ഞാൻ അവനോട് സംസാരിച്ചത്, അവൻ നിങ്ങളോട് സംസാരിച്ചതും മറപൊരുളായിട്ടല്ല. നമ്മൾ പലപ്പോഴും മറയും പൊരുളും വെച്ച്, അല്ലെ, ഒളിയും മറയും വെച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കാതെ വരുന്നത്. സ്പഷ്ടമായിട്ട്, അല്ലേ? എന്നിട്ട് മോശ എന്ത് ചെയ്യാനായിട്ടിടയായി തീർന്നു? വായിച്ചു. ആ സാഹചര്യം നമുക്കറിയാമല്ലോ. അഹരോനും മിരിയാമും തൻ്റെ ജ്യേഷ്ഠനും തൻ്റെ സഹോദരിയുമായ ജ്യേഷ്ഠനായ അഹരോനും അതുപോലെ തന്നെ തൻ്റെ സഹോദരിയായ മിരിയാമും മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തു. അതാ സാഹചര്യം. അവിടെ മിരിയാമിനോടും അഹരോനോട് ദൈവം സംസാരിച്ച കാര്യമാണ് നമ്മൾ വായിച്ചത്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മോശ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സമയക്കുറവുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. 13-ാം വാക്യം, ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. മോശയ്ക്ക് വിരോധമായി അഹരോനും മിരിയാമും സംസാരിച്ചപ്പോൾ അവർ കുഷ്ഠരോഗികളായി മാറ്റപ്പെട്ടു. മോശ അത് കണ്ട് സന്തോഷിച്ചില്ല. നിങ്ങൾ എനിക്കെതിരെ, ഞാൻ അഭിഷക്തനായി എനിക്കെതിരെ സംസാരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് സംഭവിച്ചതൊന്നും മോശ പറഞ്ഞില്ല. മോശ ഉടനെ ഇടപെട്ടു, അല്ലേ? ദൈവത്തെ ഇടിവിൽ നിന്നു. മിരിയാമിന് വേണ്ടി, അഹരോന് വേണ്ടി മോശ ഉടനെ ഇടിവിൽ നിന്നു. മോശയ്ക്ക് വേണ്ടി ആ ദൈവം അവിടെ പ്രവർത്തിച്ചതെങ്കിലും അത് മോശയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, കർത്താവേ അത് ചെയ്യരുത്, നോ ലോഡ്, പ്ലീസ് ലോഡ്, ആ ഭാഗം നിങ്ങൾ ധ്യാനിക്കണം. കർത്താവേ അങ്ങനെ ചെയ്യരുത്, കർത്താവേ അവർക്ക് അത് വരരുത്, അങ്ങനെ ഒരു ന്യായവിധി വരരുത്, പ്ലീസ് ലോഡ്. കർത്താവ് നിലവിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥിച്ചു എന്നല്ല. മോശ ശക്തമായി നിലവിളിച്ചു. മോശയോട് ദൈവം ചോദിക്കുന്നുണ്ട്, യഹോവ മോശയോട് അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയാൽ അവൾ 7 ദിവസം ലജ്ജയായിരിക്കണം എന്നല്ലേ നിയമം? അതുപോലെ അവൾ 7 ദിവസം മാറിയിരിക്കട്ടെ, പിന്നീട് ഞാൻ ഇടപെട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് ദൈവം അതിന് ഒരു പരിഹാരവും പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് വിശ്വസ്തന്റെ ലക്ഷണം, അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, മറ്റുള്ളവരെ പറഞ്ഞു വിടുകയല്ല, മറ്റുള്ളവരെ ഓടിച്ചു വിടുകയല്ല, അവരെ ഇനി വേണ്ട എന്ന് പറയുകയല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാ, ഞാൻ പലപ്പോഴും അങ്ങനെയാ. എനിക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ നോ മോർ. ദൈവസഭയ്ക്ക് അത് അഭികാമ്യമല്ല, അല്ലേ? ദൈവിക നേതൃത്വത്തിൽ ഇരുന്ന് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെ മോശ ഇടപെടുകയാണ്, കർത്താവേ അങ്ങനെ ചെയ്യരുത്, പ്ലീസ് ലോ, നിലവിളിക്കുക. എന്നിട്ട് അതിനൊരു പരിഹാരം വരുന്നത് വരെയും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മോശ. അതുകൊണ്ടാണ് മോശയെ വിളിച്ചത്. മോശ ആരായിരുന്നു? 12:7 നമ്മൾ വായിച്ചത്, അവൻ വിശ്വസ്തനായിരുന്നു. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. അവസാനമായി ചില 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 6:10 കമ്പിവാചകങ്ങളിൽ പറയാം. ദാനിയേൽ 6:10 അവൻ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ റീസൺ. ദാനിയേൽ 6:10 അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. നമുക്ക് അറിയാവുന്നതാണല്ലോ, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആമേൻ. അവൻ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം അതാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു, ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്ന് താൻ മുമ്പേ ചെയ്തു വരുന്നിരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. രേഖ എഴുതി. എന്താ രേഖ എഴുതിയിരിക്കുന്നത്? എന്താ രേഖ? അറിയാവുന്നവർ പറഞ്ഞേ, എന്താ രേഖ എഴുതിയിരിക്കുന്നത്? ഇനി മുതൽ രാജാവിന്റെ ബിംബത്തെ അല്ലാതെ മറ്റൊന്നിനെയും നമസ്കരിക്കരുത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഓൾറെഡി എഴുതപ്പെട്ടു. നിങ്ങൾ എത്ര പേർക്ക്, അല്ലെങ്കിൽ അതിന് സമാനമായ കാര്യങ്ങൾ എഴുതപ്പെട്ടു, നമ്മൾ എത്ര പേർ ഇതിനോടൊക്കെ അറിഞ്ഞു, അല്ലേ? നമുക്കത് പ്രശ്നമല്ല, അല്ലേ? കർത്താവേ എൻ്റെ കൊച്ച IELTS പാസ്സാവണേ, എങ്ങനെയും യൂറോപ്പിൽ പോകാൻ സാധിക്കണേ, ഗൾഫിൽ യുദ്ധം മാറണേ. അവിടെയുള്ള ആളുകളെ കുറിച്ച് കൺസേൺ ഉള്ളത് കൊണ്ടൊന്നുമല്ല, അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മിലേക്ക് ചുരുങ്ങി പോകുന്നവരാ പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, എന്നെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലേ?
ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന ബില്ലെന്ന പേരിൽ കൺവേർഷൻ എന്ന പേരിൽ അല്ലേ നിയമം പാസ്സായിട്ടുണ്ട്. ഒരു സുവിശേഷ സംഘടന പോലും പ്രവർത്തിക്കരുത് എന്ന നിയമമുള്ളതായ അനേക സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിവിദൂരമല്ലാതെ അത് നമ്മുടെ ദേശത്തേക്കും കടന്നു വരുവാനായിട്ട് അതിവിദൂരമല്ല. പരസ്യയോഗങ്ങൾ ഓൾറെഡി വടക്കേ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും വിലക്കിയിട്ടുണ്ട്. വലിയ കൺവെൻഷനുകൾ, ക്രൂസൈഡുകൾ, സ്നാനങ്ങൾ, പബ്ലിക്കായ പ്ലേസിൽ സ്നാനങ്ങൾ, ഇതൊന്നും നടത്താൻ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ഇനി കഴിയുകയില്ല എന്നുള്ള നിയമം ഓൾറെഡി ശക്തമാണ്. നോ മോർ ഇവാഞ്ചലിക്കൽ വർക്ക്. ഒരൊറ്റയാളെ പോലും വെളിയിലുള്ളവരോട് ഞങ്ങൾ ട്രാക്റ്റ് എടുക്കുകയോ ഈ കാര്യങ്ങൾ പറയുകയോ ഇല്ല എന്നുള്ളത് പല സംഘടനകളും തീരുമാനിച്ച് ഒപ്പിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്താം. 6:10 ഒന്നുകൂടെ വായിക്കാം. താൻ എന്ത് ചെയ്തു? താൻ മുമ്പേ ചെയ്തു എഴുതിയിരിക്കുന്നു ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് മേൽ തുറന്നിരുന്ന് താൻ മുമ്പേ ചെയ്തിരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മുമ്പേ തന്നെ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ദാനിയേൽ ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യൗവനക്കാരനായിരിക്കുന്നതിന് മുമ്പേ തന്നെ ദാനിയേലിനെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ശദ്രക്, മേശക്, അബേദ്നെഗോവിനെയും ദാനിയേലിനെയും തിരഞ്ഞെടുക്കുമ്പോൾ 10 വയസ്സ് കാണുമായിരിക്കും ദാനിയേലിന്. അപ്പോൾ മുതൽ തന്നെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഈ 86-ാം വയസ്സിൽ പ്രാർത്ഥന തുടങ്ങിയതല്ല, അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു, അല്ലേ? പ്രാർത്ഥിക്കുന്ന ദാനിയേൽ. ഇനി വാക്യങ്ങളുണ്ട്, ഞാൻ വായിക്കുന്നില്ല. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 6:23, 6:23. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് വിശ്വസിച്ചിരുന്നത് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. എന്തുകൊണ്ടാണ് ദാനിയേലിന് കേട് പറ്റാതിരുന്നത്? അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്. വിശ്വാസം പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അനേകർ ദൈവനിഷേധികളായി തീർന്നുകൊണ്ടിരിക്കുക. മതം ഉപേക്ഷിക്കുന്നതായ ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അവരോട് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇതൊരു മതമല്ല എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടെങ്കിലും യൗവനക്കാർക്ക് പലർക്കും ഇന്ന് ഈ മാർഗം വേണ്ട, ഈ വിശ്വാസം വേണ്ട. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം പ്രത്യേകതയല്ല. എല്ലാ ഇതര റിലീജിയനുകളിലും യൗവനക്കാർ വിശ്വാസം കളഞ്ഞുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദാനിയേൽ പ്രോസ്പേർഡ് ആയതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് 23-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്. ഹി വാസ് എ ബിലീവർ, റിയൽ ബിലീവർ, അല്ലേ? അവന് വിശ്വാസമുണ്ടായിരുന്നു. ഹി ഹാസ് ഫെയ്ത്ത്. അവന് വിശ്വാസമുണ്ടായിരുന്നു. നമ്മൾ വിശ്വാസികളാണെന്ന് നമുക്ക് പേരെങ്കിലും നമുക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ സാഹചര്യത്തിന് മാറ്റം വരുത്തി ഒരു അനുഗ്രഹത്തിന്റെ, ഒരു നന്മയുടെ, ഒരു മേച്ചൽപ്പുറത്തിന്റെ അനുഭവം തരുവാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധിക്കും. എൻ്റെ സഭയിൽ അത് കാണും, എൻ്റെ സംഘടനയിൽ അത് കാണും, എൻ്റെ കുടുംബത്തിൽ അത് കാണും, എൻ്റെ കുഞ്ഞുങ്ങളിൽ അത് കാണും എന്ന് വിശ്വസിച്ച് രേഖ എഴുതിയിരിക്കുന്നു എന്ന് കണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നതായ സ്വഭാവം നമുക്കുണ്ടോ? നമുക്കൊരു ആഴമേറിയ വിശ്വാസമുണ്ടോ? ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. 6-ാം അധ്യായത്തിന്റെ 28-ാം വാക്യമാണ് നമ്മൾ താക്കോൽ വാക്യമായി വായിച്ചത്. എന്നാൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഹി പ്രോസ്പേർഡ്. കാരണം എന്തെല്ലാമാ? 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1, തന്റെ ഡിറ്റർമിനേഷൻ, തീരുമാനം. 2, അവൻ ദൈവത്തിന് മഹത്വം നൽകി. 3, അവന്റെ ധൈര്യം. 4, എക്സലന്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. 5, അവൻ വിശ്വസ്തനായിരുന്നു. 6, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 7, അവന് വിശ്വാസത്താൽ നിറഞ്ഞവനായിരുന്നു, അല്ലേ? അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയില്ല. ഇന്ന് പകൽക്കാലം കർത്താവേ, എന്നെ ഒരു ദാനിയേലാക്കണമേ. പ്രാർത്ഥിക്കാമോ? ഈ മാർച്ച് മാസം 1-ാം തീയതി
കർത്താവേ, നീ എന്നെ ഒരു ദാനിയേലാക്കണമേ. പ്രാർത്ഥിക്കാൻ വളരെ സബ്ജക്റ്റുകൾ ഞങ്ങൾക്കുണ്ട്. കുടുംബത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, ദേശത്തെ ഓർത്ത്, സഭയെ ഓർത്ത്, വടക്കേ ഇന്ത്യയെ ഓർത്ത്, രാജ്യത്തെ ഓർത്ത്, മിഷണറി പ്രവർത്തനങ്ങളെ ഓർത്ത് ധാരാളം സബ്ജക്റ്റുകൾ നമ്മുടെ നടുവിലുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം, അല്ലേ? കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിപ്പിൻ. അതാ ദൈവത്തിന്റെ കൽപ്പന. സഭയിൽ ദൈവിക പ്രവൃത്തി നടക്കണം, പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു ദാനിയേലായി തീരുവാൻ, ഒരു വിശ്വസ്തനായി തീരുവാൻ, ആരും അറിയണ്ട, ആരും കാണണ്ട, രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധിയിൽ അപേക്ഷിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.